ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കുറച്ച് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല, കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് കളിച്ച് എന്ത് ചെയ്തു, കുറച്ച് 200 കോയിൻസ് ആക്കി. അതുപോലെ ആ ഫ്രീ സ്പിൻസ് ബാക്കിയുള്ളതൊക്കെ എടുത്ത് ഇന്നെന്തായാലും ഒരു ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്കൊരു ഷോർട്ട് ടൈം കിട്ടുന്നതായിരിക്കും. കാരണം എനിക്ക് ഇതുവരെ എടുത്ത സ്പിന്നിലൊന്നും കിട്ടിയിട്ടില്ല. ഒരു സ്പിന്നോട് എടുത്തിട്ട് അതിനകത്ത് ഒരു ഷോർട്ട് ടൈം അടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ആ ഗ്യാരണ്ടീഡ് ഷോർട്ട് ടൈം മാത്രമുള്ള പാക്ക് കിട്ടും. അത് കിട്ടി ബാക്കിയുള്ള 5-6 സ്പിൻ ഉണ്ടാവും, അതുകൂടി എടുക്കാം. അതിനകത്ത് 200 പോയിൻ്റ് ഷൈൻ സ്റ്റേക്കർ പാക്ക് ഇറക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതെന്തായാലും ഇപ്പോൾ തുറന്നു നോക്കാം. ഇതിൽ കിട്ടിയിരുന്ന കണ്ട ആഗ്രഹം സിക്കാണ്, കാര്യമില്ല, കുഴപ്പമില്ല. മറ്റേ സാധനം കിട്ടിയിട്ടുണ്ട്, അത് എടുത്ത് വരാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ സാധനം എടുത്ത് വന്നിട്ടുണ്ട്, ബാക്കി 6 സ്പിൻ ഉണ്ട്, അത് കറക്കാം. 6 കിട്ടിയാലും കണക്കാണ്. മെയിനായിട്ട് ഞാൻ പറഞ്ഞത് കുറച്ച് ബെറ്റർ ആവുന്നത് കോബൽ, അതുപോലെ മറീനോ, സൊർലോത്തൊക്കെയാണ്. അത് കിട്ടിയ കുറച്ചും ബെറ്റർ ആയിരിക്കും. ഹൈലൈറ്റാണ്. എന്തായാലും ഒരു ഇത് കിട്ടും, ഒരു ഷോർട്ട് ടൈം കിട്ടും നമുക്ക്, ഗ്യാരണ്ടീഡ് ഉള്ളതുകൊണ്ട്. ഇതിൽ നിന്ന് ഒരാളെ കിട്ടിയാൽ ബോണസ് ആയിരിക്കും, അതുകൊണ്ട് കറക്റ്റ് വെക്കാം. എന്തായാലും ബാക്കി ഒരു 3 സ്പിൻ ഉണ്ട്. കമോൺ ഓക്കെ. LWF ആണ്, ആവശ്യമില്ല, ആരും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് സ്പിൻ ഒരു DMF ആണ്, പക്ഷേ ഹൈലൈറ്റ് ആണ്. ലാസ്റ്റ് സ്പിന്നാണ്. സ്പിൻ ഓക്കെ. ഇതിൽ ഷോർട്ട് ടൈം അടിച്ചിട്ടുണ്ട്, ഗുണമായിട്ടോ. ടിപ്പായിടാ, ബാക്കിയുള്ള ഞാൻ പറഞ്ഞ ടാർഗറ്റ്സ് എന്നാൽ കുറച്ചുകൂടി യൂസ് ചെയ്യുമായിരുന്നു. ടിപ്പായി കുഴപ്പമില്ല, കളിപ്പിച്ച് നോക്കാം. മെയിൻ സ്കോളിൽ എന്തായാലും ഇടാമൊന്നും പോകുന്നില്ല. DLF അങ്ങനെയാണ്, കുഴപ്പമില്ല. എന്തായാലും ഒരു ഷോർട്ട് ടൈമിൽ കറക്കി കിട്ടിയല്ലോ. ഇനി നമുക്ക് ഗ്യാരണ്ടിയോട് കിട്ടിയാലുണ്ട് ഷോർട്ട് ടൈമിൽ ഒരു പാക്കിൽ നിന്ന് കിട്ടും. എനിക്ക് ഒരു കാര്യം നോക്കട്ടെ, ഈ ടിപ്പായി ഇതിനകത്ത് റിപ്പീറ്റ് അടിക്കാൻ സിയോള് തോന്നുന്നു. ഇത് പണ്ടൊക്കെ കയറുന്നത് ടിപ്പായി ഇതിനകത്ത് റിപ്പീറ്റ് അടിക്കുമോ? അപ്പോൾ ഡിപ്പൈനെ റിപ്പീറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഡിപ്പ ഇല്ലാത്ത ആരെ കിട്ടിയാലും ഓക്കെയാണ്. മെയിനായിട്ട് ഞാൻ പറഞ്ഞ ടാർഗറ്റ്സാണ് കുറച്ചുകൂടെ ഹാപ്പി. ആരാണ്? CMF കോച്ചിച്ച് ഇഷ്ടംപോലെ ബോക്സ് ഉണ്ടാടാ. ബോക്സ് ആണ് പുള്ളി, കുഴപ്പമില്ല. എന്തായാലും 2 ഷോർട്ട് ടൈം പാക്ക് കിട്ടി, കുഴപ്പമില്ല. കളക്ഷനിലേക്ക് സംഭവമായി. നമ്മൾ മെയിൻ പാക്കിലേക്ക് പോവാം. ഇതല്ല ഇതിക്ക് ആവശ്യമില്ല, ഇത് ഞാൻ കറക്കുന്നില്ല പാക്കില്ല. ഇത് ഷൈൻ സ്റ്റേക്കർ പാക്കാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് ഷൈൻ സ്റ്റേക്കറാണ് മെയിൻ ടാർഗറ്റായിട്ട് പറയുന്നത്. 200 കോയിനുള്ളൂ കേട്ടോ, അതാലോചിക്കണേ. അപ്പോൾ മത്തായിച്ച് കുറേ കാലമായല്ലോ ഒറ്റയ്ക്ക് ആ ഒരു DMF കളിക്കുന്നു. അപ്പം പുള്ളീനെ LB ആണ്, പുള്ളീനൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് അവിടെ ഷൈൻ സ്റ്റേക്കർ വെച്ച് കളിപ്പിക്കാമെന്നുള്ള ആഗ്രഹമുണ്ട്. ബാക്കി 2 പേരും കിട്ടിയാലും ഓക്കെയാണ്. സുവാരസൊക്കെ ഗ്ലിച്ചാണെങ്കിൽ അറിയാലോ, അപ്പം കിട്ടിയാലും അടിപൊളിയാവും. മെയിനായിട്ട് പറയുന്നത് ഷൈൻ സ്റ്റേക്കറാണ്. ആൾക്കാരൊക്കെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്ത് അടിക്കല്ലേ, ഞാൻ അതുപോലെ ചെയ്തോക്കെ. ഇനി പൊസിഷൻ മറ്റേ ഷിഫ്റ്റ് അടിക്കുമ്പോൾ എപ്പിക്ക് അടിക്കുന്നില്ല, അത് നോക്കട്ടെ. പൊസിഷൻ ഷിഫ്റ്റ് അടിക്കാം. വേറെ CF ആയതുകൊണ്ട് മുകളിൽ തന്നെ കിടപ്പുണ്ട്. അതേപോലെ എന്തായാലും കറക്കി വെക്കാം. 2ാമത്തെ ട്രൈ. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. TMF ഹൈലൈറ്റ് ആണോ? ജർമ്മനി അല്ലേ? എടാ ഷൈൻ സ്റ്റേക്കർ മുത്തേ. എടാ ലാസ്റ്റ് വീക്കിലേക്ക് 300 കോയിനില്ല തന്നത് തുറാമിന്. ഇപ്പം 200 കോയിനിൽ ഷൈൻ സ്റ്റേക്കർ. സോ അൺഫെയർ ബ്രോ. നിങ്ങൾക്കറിയാം ആർക്കെങ്കിലും ഇങ്ങനെ കിട്ടുന്ന ആരെങ്കിലും അറിയുമോ? എന്ത് അടുപ്പിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇത് തന്നിട്ടുള്ളൂ. ഞാൻ പോസ്റ്റ് ഇട്ടിൽ കണ്ടില്ലായിരുന്നോ? 300 കോയിൻ അത് ടൂറാമിന് അടിച്ചെനിക്ക്. എൻ്റെ മോനത് ഞാൻ തീരെ വിചാരിച്ചിട്ടുള്ളത്. എന്തത് ഒന്നും പറയാനില്ല. ഇവിടുന്ന് കിട്ടിയ പണ്ടാരും ഞാൻ പൊസിഷൻ തിരിച്ചിട്ട് കറക്കി വെറുതെ ഒക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉപയോഗിച്ച് CPക്ക് അടിക്കുകയും ചെയ്തു പണ്ടാരും. ഗൈസ് നിങ്ങൾ വിശ്വസിക്കില്ല കേട്ടോ, നിങ്ങൾ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തൊരു റാൻഡായിട്ട് തന്നെ പ്ലേസിന് കിട്ടും കേട്ടോ. ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് അയ്യോ എന്തെങ്ങനെ പറഞ്ഞ് മനസ്സിലായി തരപ്പോൾ അയ്യോ പ്ലെയറിനെ കിട്ടി. നിങ്ങൾക്ക് എന്താ തോന്നാച്ചാൽ ചെയ്തോ ഗൈസ്, ഒന്നും പറയാൻ നിൽക്കുന്നില്ല. എന്താ തോന്നാച്ചാൽ ചെയ്തോ. തേങ്ങക്കൊല. അയ്യോ ട്രെയിൻ ചെയ്തിട്ട് എന്തായാലും ഓക്കെ. അപ്പോൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്.
ബൂസ്റ്ററൊക്കെ കൊടുക്കട്ടെ നമുക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ സപ്ലൈ ആരാ മാറ്റിപ്പോൾ കാലത്തേക്ക് ഞാനിപ്പോൾ റോബ്സനെ മാറ്റാം. പിന്നെ എന്തെങ്കിലും ചെയ്യാം. എന്തായാലും ഇപ്പോൾ പുള്ളീൻ്റെ അടുത്ത് ഞാൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കുറേ കാലമായി പുള്ളിയാൻ ടോട്ടിന് മാറ്റിയില്ല. പെയ്ഡ് കാർഡ്സൊക്കെ ഡിസ്പ്ലേ ചെയ്യട്ടെ, പട്ടിച്ച് കാണിക്കാമല്ലോ. വേണ്ടിയിട്ട് റോബ്സൺ എടുത്തും കൊണ്ടിട്ടാം. ഓക്കെ, അപ്പോൾ DMF മത്തായസ് ഒറ്റക്ക് ബോക്സ് ടു ബോക്സ് DMF ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സഹായത്തിനായിട്ട് മാറി മാറി കളിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെൻസ്റ്റേക്കറും കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കാര്യം. ഞാൻ ബൂസ്റ്റർ മര്യാദകളൊന്നും കിട്ടും നോക്കട്ടെ. ഓക്കെ, ഡുവലിങ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നൈസ്. ഇപ്പോൾ പുള്ളി ഞാൻ ട്രെയിൻ ചെയ്തിട്ട് നല്ലൊരു പ്രോഗ്രഷൻ കൊടുത്ത് സ്കോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. 106 റേറ്റിംഗ് ഒക്കെ പോകും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല 90 ലെവൽ പാസിങ്, 95, 93 ലെവൽ മറ്റേ ഡിഫൻസീവ് സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ സ്പീഡ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഒരു 87, 94 ആക്സിലറേഷൻ, അപ്പോൾ 90 കിക്കുമ്പോൾ 90 ഫിസിക്കൽ കൊണ്ട് രീതിക്ക് ഞാൻ പ്രോഗ്രഷൻ കൊടുത്തത്. അപ്പോൾ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അഡീഷണൽ സ്കിൽസ് കൊടുക്കണ്ടൊക്കെ ആഡ് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കണം പുള്ളീനെ. റിവ്യൂ വൈകാതെ ഇടാം കേട്ടോ, വരുന്ന ദിവസങ്ങളിൽ ഇടാം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കടാ, 300 കോയിനിലാണ് എനിക്ക് ദുറാമിനെ തന്നത് ലാസ്റ്റ് വീക്കിൽ. അതും ഈ വീക്ക് 200 കോയിനിൽ കറക്റ്റ് സ്ട്രെൻസ്റ്റേക്കർ ടാർഗറ്റ് തന്നെ നോക്കി തരികയും ചെയ്തു. ഒന്നും പറയാനില്ല, ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ്, എന്താ സർപ്രൈസ് എന്നൊക്കെ പറയാം. അല്ലാ, എന്തായാലും ഗൈസ് ഈ ഒരു സ്കോഡ് വെക്കണം മനസ്സിലാവും. ഏകദേശം ഒരു പേറ്റുവിന് അയക്കാണ് കുറച്ചാൾക്കാരെടുത്ത് മാറ്റിയാൽ. ആകെ പൈസ കൊടുത്തെടുത്ത ഈ തുറാമിനാണ്, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഈ രീതിക്ക് അടിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ നല്ല വീഡിയോ ഗൈസ്. സോ ഗൈസ് ബൈ.